ഹായ്, ഇതൊരു സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ വൈകി എഴുന്നേറ്റുകൊണ്ട് തന്നെ നമുക്കിന്ന് ഫുൾ കുക്കിംഗ് വീഡിയോ ആണ്. രാവിലെ തന്നെ നേരെ അടുക്കളയിൽ കയറി ചായക്കുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നോക്കണത്. ചായക്കപ്പം ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട കാര്യമില്ല എന്നറിയാം, എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടി ആദ്യം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് കടുകൊക്കെ വറുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഇതെല്ലാം കൂടി വഴറ്റി ഇത്തിരി ഉപ്പിട്ട് വഴറ്റിയാൽ നമുക്ക് വേഗം വഴന്ന് കിട്ടും. പിന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആ വെള്ളത്തിൽ നമുക്ക് ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം വറുത്ത റവ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഓൾറെഡി വറുത്ത റവയായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ ഒന്നുകൂടിയും വറുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല സോഫ്റ്റ് ഉപ്പുമാവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റവയുടെ വറവ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വറുത്ത റവ വാങ്ങിച്ചത് എന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ ഒന്നുകൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവ് കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി ഞാൻ എളുപ്പത്തിന് കുക്കറിലാണ് ഉണ്ടാക്കാറ്. എപ്പോഴും അതെ, കുക്കറിലാണ് ഉണ്ടാക്കാറ്. കാരണം നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ഒരൊറ്റ പാത്രം കഴിയാൽ മതി, കുക്കർ മാത്രം കഴിയാൽ മതിയാവും. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഒന്ന് വഴറ്റിയിട്ട് സവാള ഇട്ട് വഴറ്റാം. അത് കഴിഞ്ഞ് പൊടികൾ, നമുക്ക് ആവശ്യമുള്ള പൊടികൾ, ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണുള്ളൂ. വേറെ പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മാത്രമാണ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ തേങ്ങ അരച്ചും വെക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഒരു നോർമൽ കടലക്കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി, ഒരു അത്യാവശ്യം നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ഇട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒരുപാട് വഴന്ന് കുഴയാൻ നിൽക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കടല ഇട്ട് കൊടുക്കുക. കടല തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയ കടലയാണ്. ആ കടല നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു 5-6 വിസിൽ വരെ, ഞാൻ ഒരു 5-6 വിസിൽ വരെ ഞാൻ അടിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ കടല നന്നായിട്ട് വെന്ത് കിട്ടുക. ചില കടലയൊക്കെ ആണെങ്കിൽ ഒരു 3-4 വിസിലടിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചാണെങ്കിൽ കടല ഒത്തിരി വേവ് കൂടിയ കടലയാണ്. നമ്മൾ സോക്ക് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും വേവ് കൂടുതലാണ് കടലയ്ക്ക്. അപ്പോൾ ഒരു 5-6 വിസിൽ അടിക്കും. അപ്പോൾ ഈ കുക്കർ വിസിലടിക്കുമ്പോൾ ഇങ്ങനെ തുളുമ്പി പുറത്തേക്ക് വരാതിരിക്കാനാണ് ഞാൻ ആ സ്പൂൺ ഇട്ടത്. സ്പൂൺ ഇട്ടാലും കാര്യമില്ല, ചിലപ്പോൾ പുറത്തേക്ക് വരും. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടല വെന്തൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ നമുക്ക് നല്ല കുറുകുറാന്നുള്ള കടലക്കറി ഇടും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ കടലക്കറി, ഉപ്പുമാവാണ്, പിന്നെ ചെറിയൊരു കട്ടനും. അങ്ങനെ രാവിലത്തെ കാര്യമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അടുത്ത് നമുക്ക് ഉച്ചത്തേക്കുള്ളത് നോക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് മീൻ വറുത്തം വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ മുളക് ഇട്ട് വെക്കണം. ഇവിടെ എല്ലാവർക്കും മുളക് ഇട്ട് വെക്കണതാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് തന്നെ മുളക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു മീൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒരല്പം, നമ്മൾ ഏത് ഓയിലായാലും യൂസ് ചെയ്യുന്നത് ഒരല്പം കൂടുതൽ എടുക്കണമായിരിക്കും ബെറ്റർ. വെളിച്ചെണ്ണയാണ് ടേസ്റ്റിന് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2-3 തരി ഉലുവയും അതുപോലെ തന്നെ അതേ അളവിൽ കടുക് കൊടുത്ത് വറുത്ത് എടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് യൂസ് ചെയ്യാറില്ല ഞാൻ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി. പിന്നെ ഞാൻ ഇവിടെ തക്കാളി പേസ്റ്റാണ് യൂസ് ചെയ്യണത്. തക്കാളി പേസ്റ്റ് ഇട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. തക്കാളി നന്നായിട്ട് വെന്ത് നമുക്ക് നല്ല വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരണ വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയിടുക.
വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമുക്ക് പുളി ഒഴിക്കണമെങ്കിൽ പുളി ഒഴിക്കുക. ഞാനിവിടെ തക്കാളി കൂടുതൽ എടുത്തിട്ടുണ്ട്, പുളി യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് മീനിട്ട് നന്നായിട്ട് വേവിച്ച് നമ്മൾ തീ ഓഫ് ചെയ്ത് വാങ്ങാൻ നേരത്തെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇത്തിരി കറിവേപ്പില ഇട്ട് നമുക്കപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ മീൻ കറിയാണ്. അടുത്ത് നമുക്ക് കുറച്ച് മീൻ വറുത്തെടുക്കാം. നമുക്ക് ക്ലീൻ ആക്കിയെടുത്ത മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുരട്ടി വയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് 2 പുറം മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉച്ചത്തേക്കുള്ള ലഞ്ചും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലെ പണി ഇന്നത്തെ തീർന്നു. അടുത്തുനിന്ന് വെക്കേഷനൊക്കെ ആണല്ലോ. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർ കൂടുതൽ ടിവിയും കണ്ടും ഫോൺ യൂസ് ചെയ്തൊക്കെ ഇരിക്കാതെ നമുക്ക് ജസ്റ്റ് പിള്ളേരെ പുറത്തേക്കൊക്കെ ഇറങ്ങി കളിപ്പിക്കാനുള്ളൊരു ഇതിൽ ഇരുന്നപ്പോഴാണ് പിള്ളേർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കണമെന്നാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതുപോലെ വലിയ ഒരു റൗണ്ട് പോലെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ നമ്മൾ വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും ഉള്ളതുണ്ടായി. അതൊക്കെ എയർ അടിച്ച് വീർപ്പിച്ച് നല്ല പണിയാണ്. ഇത് എയർ അടിക്കലാണ് മെയിൻ പണി. പിന്നെ അപ്പോൾ ഇവിടെ ചേട്ടൻ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പേരും അതിലിരുന്ന് കളിയായി. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ചൂടൂരൊക്കെ വരണേൽ ഒത്തിരി നേരം വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ല ശരീരത്തിന് നല്ല കൂളിങ് കിട്ടണതുകൊണ്ട് നമുക്ക് ഈ ചൂടൂര് വരലൊക്കെ ഒരു പരിധി വരെ തടയാം. ഞാനിപ്പോൾ പിള്ളേർക്ക് ചെറുതായിട്ട് ചൂടൂരൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ ഒരു 3-4 ദിവസം വെള്ളത്തിൽ കുറച്ച് നേരം ഇരുത്തും. അങ്ങനെ നമ്മുടെ ബോഡി കൂളാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന ചൂടൂരൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും. അങ്ങനെ കൂടുതലും പിള്ളേർക്കാണ് നിറയെ ചൂടുകൂര് ഞാൻ കണ്ടിട്ടുള്ളത്. വലിയവർക്കും വരും, പക്ഷേ പിള്ളേർക്കാണ്. പിന്നെ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ഈ പൗഡറൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ചൂടൂര് വരുമ്പോൾ നമുക്ക് ഒരുപാട് പൗഡർ കിട്ടും, അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ അലോവേര ജെൽ അടിപൊളിയാണ്. ചൂടൂര് നമുക്ക് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണേ. ഓക്കെ, ബൈ.